എല്ലാം ദൈവത്തിന്റെ വിധം. അങ്ങനെ കരുതിയുണ്ട്. പടച്ചവനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, എന്നാൽ പടച്ചവൻ നമ്മുടെ ചുറ്റിലുണ്ട്, മനുഷ്യനായിട്ട് തന്നെ. അങ്ങനെ എന്റെ മുന്നിലേക്ക് പടച്ചവനാണ്. അന്ന് കുഞ്ഞെനിക്ക് തന്നത് ജോലി മാത്രമല്ല, ഒരു ജീവിതം കൂടിയാണ്. കുഞ്ഞിനെ വിചാരം പ്രാർത്ഥിക്കും. എത്ര മണിക്കാണ് ഓപ്പറേഷൻ? ഇപ്പൊ എത്ര മണിയായി? ഇപ്പോഴേ ആളെ ഇവിടെ കൊണ്ടിരുത്തോ? വേണ്ട. അല്ല അതെ, സമയത്തിനൊക്കെ വരുമോ? ഇത് വന്നാലാ അറിയാം. അതെ, ജസ്റ്റ് ഒരുപാട് പേരുണ്ട്. തിരക്കുള്ളവരെ ഇന്നലെ നാട്ടിൽ നിന്ന് കുട്ടികൾ താമസിക്കാൻ സ്ഥലം കഴിയാറ് ഇല്ല. സർക്കാർ രണ്ടു മുസ്ലിം ശരിയെ കൊടുത്തോ എന്നല്ലേ? ആ വക കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഗസ്റ്റുകൾക്കെല്ലാം ഒരു ക്ലാസ് നേരത്തെ ചേർന്നു. 10:30 മണിക്ക് ഇനോഗ്രേഷൻ. അത് കഴിഞ്ഞ മീറ്റ് മാറ്റർ ഓഫ് ഹാഫ് ആൻ അവർ. 12 മണിക്ക് ഇറങ്ങുന്നത്. നമ്മുടെ ലിസ്റ്റിലുള്ള ഗസ്റ്റുകൾക്ക് മാത്രം സ്പെഷ്യൽ ടൈം. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ആരും ടിക്കറ്റ് ആക്കരുത്. അതെ, ചേട്ടനോടെ പറഞ്ഞു. അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ബാക്കി കേട്ടോ. ശരി. അല്ല അതെ, കൂടെ കേട്ടോ. ചേട്ടനോട് നിൽക്കി ആളുകളെ വധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടോ? സ്വഭാവം മാറ്റും. ഇഷ്ടം പോലെ സമയം ഞാൻ ഹോട്ടലിൽ പോകുന്നു, ഒന്ന് ഫ്രഷ് ആകുന്നു. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടുപിടി. ഓക്കെ. ടോട്ടലി 80 പേർക്ക് വേണമെങ്കിൽ പുറത്തു വായിക്കാം. ഇവിടെ ലൈഫ് ദോഷക്കൊണ്ടു ഇതാ മെനുക്ക്. മൾട്ടിക്യൂസിനുണ്ട്, ഇന്ത്യനുണ്ട്, മെക്സിക്കനുണ്ട്, ഇനി നല്ല ദോശ കഴിക്കാമല്ലോ. റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ എല്ലാമായ ശ്രീ ബാലശങ്കർ രചിച്ച നളചരിതം എന്ന ഗ്രന്ഥം, ക്ഷമിക്കണം, നളഭാഗം എന്ന ഗ്രന്ഥം ഇതിന്റെ പ്രകാശനം ശ്രീ ആർസിനോട് നൽകിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അടുത്ത ബന്ധുവും എല്ലാവരുടെയും പ്രിയജനവുമായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സാർ നിർവഹിക്കുന്നു. നളചരിതമാണോ നളഭാഗമാണോ എന്ന് ഗോവിന്ദൻ ചേട്ടൻ ഒരു സംശയം. ഒരുപാട് വായിക്കുന്നവർക്കുണ്ടാകുന്ന സംഭവം അല്ലേ? വെറുതെ
പാചകത്തിൽ ഏറ്റവും വലിയ നിപുണനെന്ന് പുരാണത്തിൽ പറയുന്നു. ആ നാലിന്റെ ഭാഗമാണ് നളഭാഗം. അതുകൊണ്ട് തന്നെ പാചക വിധികളെ കുറിച്ച് വിശദമായ പരാമർശങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന് നളഭാഗം എന്ന പേര് ഏറ്റവും ഉചിതമാണ്. ഈ പുസ്തകം മറ്റ് പല വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്ന് ഞാൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിന്റെ രുചിക്കൂട്ടുകളുടെ സൂത്രങ്ങൾ ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പാചകത്തിൽ അസാമാന്യ വൈദഗ്ധ്യവും ഗവേഷണവും ഉള്ള ഒരു തിരുമേനിയുടെ മകനായി ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോയി കണ്ടതിന്ന് ഒടുവിൽ ബിടെക് കഴിഞ്ഞ് ഒരു തൊഴിൽ അന്വേഷണം നടന്ന് ബ്രാഹ്മണ യുവാവ് ഈ നിലയിലെത്തിയ കഥ വളരെ നല്ല ഭംഗിയായി തന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഒരു മാഗസിൻ സീരീസായി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം. പക്ഷെ കഥയിൽ പറയാത്ത ചില കാര്യങ്ങൾ സിനിമയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റി കാര്യം താൻ ഒരുപാട് സ്നേഹിക്കുന്ന പലരുടെയും സ്വകാര്യ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ബാലു അത് ഒഴിവാക്കിയത്. പക്ഷെ ഇപ്പൊ എന്നെ ഒരു തമാശ പോലെ ഓർക്കണം. അവിടെ ഒരു നിമിത്തമായത് ഞാനായതുകൊണ്ട് വിട്ടുപോയത് ഞാൻ തന്നെ പറയാം. എങ്കിലേ ഈ കഥ പൂർണ്ണമാണ്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആദ്യത്തെ രക്ഷണ തിരുവനിക്കാണെങ്കിൽ തിരക്കാവുന്നൊരു ചടങ്ങ് നടത്താമെന്ന് ബോധം പോലെ തിരുവേണ്ടി ഇവിടെ ഞങ്ങളെന്ന് ഇടയ്ക്ക് വരാം. ഇല വെക്കുന്ന നേരത്തെ കണ്ടാൽ മതി. അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ആയിക്കോട്ടെ. ശരി ശരി. ഞങ്ങള് ആരായത് കല്യാണം കൂടെ നടത്തിയത്. വരന്റെ ഉള്ളത് പറഞ്ഞാൽ വരന്റെ ആൾക്കാരല്ല, വസ്തുവിന്റെ ആൾക്കാരുമല്ല. ശരിക്കും കല്യാണം കൂടാനുള്ള വ്യാജേന സത്യം എന്താ വന്നവരാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് തുടർന്നു പോകുന്ന ഒരു വഴിപാട് മാതിരിയാണ്. തിരുമേനിയുടെ പാചകം ഇവിടെ ഉണ്ടെങ്കിലും ഞാനുണ്ട്. എന്താ പറയുന്നത്? നാളെ 3 ആടാ പരിപ്പ പാൽപ്പായസം. മഴപ്രദം കൂടി ആവായിരുന്നു. ആയിക്കോട്ടെ, തിരുമേനി തീരുമാനിച്ചാൽ മതി. ഇനി മാറ്റമൊന്നും വരുത്തണ്ട. പഴം അടുത്ത തവണ ആവാം. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു പോപ്പറ്റ്. എവിടെയാ സ്ഥലം? ഇരിഞ്ഞാലക്കുട. തിരുമേനി ഈ പുതുമുഖങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അച്ഛകുമാർ. ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അറിയപ്പെടുന്ന ഒരു തെങ്ങക്കാരനാണ്. ഇനി ഈ വിഷയത്തിൽ എത്രത്തോളം അവരുടെ മുമ്പോട്ട് പോകാമെന്ന് അറിഞ്ഞോട്ടേക്ക് കൊണ്ടുപോകാം. ഇത് ഉസ്മാൻ ബിരിയാണിയാണ് ലോകത്തിലെ ഏറ്റവും ഇഷ്ടബോധ്യമെന്ന് വിചാരിക്കുന്ന ആളുണ്ട്. നാളത്തെ സദ്യ കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അപ്പോ താമസിക്കാൻ ഗവൺമെന്റ് മുറിയിട്ടുണ്ട്. വണ്ടിക്കൂലി താമസം ഒന്നോ നമുക്ക് മനസ്സിലാവാം. എന്നാലും തിരുവേദിയുടെ കൈക്കൂലി ഓർത്ത ഇവിടെ അടുത്ത വീടപ്പോ അങ്ങോട്ടൊന്നും വരുമോ? എന്നാ പിന്നെ ഓരോക്കെ ഇരിക്കാം. വന്ന വഴിയാ. ഇതൊരു പുളിയൊക്കെ കഴിഞ്ഞാൽ കൊണ്ടിട്ട് വരാം. ആയിക്കോട്ടെ. ഇപ്പോ ഈ നേരത്തെ ഹാജരാക്കുന്ന അതെ സബ്ജക്ട് അഭിനയി പോലെയാണെന്ന് പറയുന്നത്.